ഇന്ത്യൻ ടെലികോം വിപണിയിൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും താരിഫ് വർധനവിന് വഴിയൊരുങ്ങുന്നു. രാജ്യത്തെ മുൻനിര ടെലികോം സേവനദാതാക്കളായ ഭാരതി എയർടെലും റിലയൻസ് ജിയോയും സമീപ ദിവസങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളാണ് നിരക്ക് വർധന ഉടൻ ഉണ്ടാകുമെന്ന സൂചന നൽകുന്നത്. ഇന്ത്യൻ ടെലികോം വിപണിയിൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും താരിഫ് വർധനവിന് വഴിയൊരുങ്ങുകയാണ്. രാജ്യത്തെ മുൻനിര ടെലികോം സേവനദാതാക്കളായ ഭാരതി എയർടെലും റിലയൻസ് ജിയോയും സമീപ ദിവസങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളാണ് നിരക്ക് വർധന ഉടൻ ഉണ്ടാകുമെന്ന സൂചന നൽകുന്നത്. 28 ദിവസം മുതൽ 60 ദിവസം വരെ വാലിഡിറ്റി ഉണ്ടായിരുന്ന ചില എൻട്രി ലെവൽ പ്രീപെയ്ഡ് ഡാറ്റ പ്ലാനുകൾ കഴിഞ്ഞ ആഴ്ച എയർടെൽ നീക്കം ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ 300 രൂപയുടെ ജിയോ പ്രൈം സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ജിയോ വീണ്ടും അവതരിപ്പിച്ചത് വിപണിയിൽ താരിഫ് വർധനവിനെ കുറിച്ചുള്ള ചർച്ചകളും ശക്തമാക്കിയിരിക്കുകയാണ്. ഭാവിയിൽ നിരക്കുകൾ വർദ്ധിച്ചാലും നിലവിലുള്ള റീചാർജ് പ്ലാനുകൾ ഒരു വർഷത്തേക്ക് തുടരാൻ ഉപഭോക്താക്കളെ അനുവദിക്കുന്നതാണ് ജിയോയുടെ പുതിയ പ്രൈം സബ്സ്ക്രിപ്ഷൻ പ്ലാന്. 2027 സെപ്റ്റംബർ വരെ വാലിഡിറ്റിയുള്ള ഇത്തരം ഒരു പ്ലാൻ വീണ്ടും കൊണ്ടുവന്നത് വരാനിരിക്കുന്ന വില വർധനയുടെ വ്യക്തമായ സൂചനയാണെന്നാണ് ചിലർ വിലയിരുത്തുന്നത്. അടുത്ത 6 മാസത്തിനുള്ളിൽ ടെലികോം നിരക്കുകളിൽ പരിഷ്കാരം ഉണ്ടായേക്കാമെന്നും എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ പ്ലാനുകളിൽ കുറഞ്ഞത് 50 രൂപയുടെയെങ്കിലും വർധനവ് പ്രതീക്ഷിക്കാമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. ചിലവ് കുറഞ്ഞ ഡാറ്റ നൽകി വരിക്കാരുടെ എണ്ണം കൂട്ടുന്ന പഴയ തന്ത്രത്തിൽ നിന്ന് ടെലികോം കമ്പനികൾ മാറി ചിന്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. പ്രീമിയം സേവനങ്ങൾക്ക് മുൻഗണന നൽകാനും ഓരോ ഉപഭോക്താവിൽ നിന്നും ലഭിക്കുന്ന ശരാശരി വരുമാനവും പണലഭ്യതയും വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് കമ്പനികൾ തങ്ങളുടെ ബിസിനസ് രീതികളിൽ ഇത്തരം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. സാധാരണക്കാർക്ക് ഇത് വലിയ തിരിച്ചടിയായിരിക്കും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.